അമ്പലക്കള്ളന്മാർക്ക് സംരക്ഷണം തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 26 ലക്ഷം രൂപ കവർന്ന വനിതാ സബ് ഗ്രൂപ്പ് ഓഫീസർക്കെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കി. ക്ഷേത്രസ്വത്ത് അപഹരിച്ചാൽ ക്രിമിനൽ കേസ് നൽകണമെന്ന വ്യവസ്ഥ പാലിക്കാതെ ദേവസ്വം ബോർഡ് സംരക്ഷിക്കുന്നത് ഒറ്റശേഖരമംഗലം സബ് ഗ്രൂപ്പ് ഓഫീസറായിരുന്ന പ്രതീജയാണ്. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, അമ്പലക്കള്ളന്മാർ പ്രത്യേകിച്ചും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാർ അവർ എത്ര ലക്ഷം രൂപ കവർന്നാലും അവർക്കെതിരെ ഒന്നും വലിയ നടപടിയില്ല. ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധമോ എന്തെങ്കിലും കുറ്റമോ കണ്ടെത്തിയാൽ ഒരു സാധാരണ സസ്പെൻഷനിൽ ഒതുക്കുന്ന സമീപനം. ഇപ്പോൾ ഏറ്റവും അവസാനം ഒറ്റശേഖരമംഗലം ക്ഷേത്രത്തിലെ തട്ടിപ്പ്, 26 ലക്ഷം രൂപയുടെ തട്ടിപ്പ്, അതിന് നേതൃത്വം നൽകിയെന്ന് കരുതുന്ന അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ആ അഴിമതി നടത്തിയ ആ ഉദ്യോഗസ്ഥയെ ഒരു സസ്പെൻഷനിൽ ഒതുക്കുകയാണ് ദേവസ്വം ബോർഡ്. പ്രജിത് മോഹൻ, ഈ ദേവസ്വം സ്വത്തുക്കളുടെ അപഹരണം നടക്കുന്ന സമയത്തെല്ലാം ഇത്തരത്തിലുള്ള ഈ ശക്തി കുറഞ്ഞ നടപടികൾ സ്വീകരിച്ച് ആ ഉദ്യോഗസ്ഥർക്കെതിരെ കാര്യമായ നടപടികളില്ലാതെ പോകുന്നു എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു പതിവ്. ഇപ്പോൾ ഏറ്റവും പുതിയതായി തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഗ്രൂപ്പിലുള്ള ഒറ്റശേഖരമംഗലം സബ് ഗ്രൂപ്പ് ഓഫീസറായിട്ടുള്ള പ്രതീജ കേസിനെതിരെയാണ് ഇത്തരമൊരു നടപടി വന്നിരിക്കുന്നത്, ഒരു ദുർബലമായ നടപടി വന്നിരിക്കുന്നത്. ഈ തട്ടിപ്പിൻ്റെ ഇതേ രീതിയിലുള്ള തട്ടിപ്പുകൾ കഴിഞ്ഞ കുറേ നാളുകളായി പല ക്ഷേത്രങ്ങളിലും റിപ്പോർട്ട് ചെയ്യുകയും അവർക്കെതിരെയും ദുർബലമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. അതേ രീതിയിലുള്ള നടപടി തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ 2021, 22, 23, 24 വർഷങ്ങളിലാണ് ഈ പ്രതീജ കേസ് വ്യാപകമായ തട്ടിപ്പ് ഈ ഒറ്റശേഖരമംഗലം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയത് എന്നുള്ളതാണ് ഓഡിറ്റ് രേഖകളിൽ കണ്ടെത്തിയത്. ഏതാണ്ട് 26 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് ഇവർ നേരിട്ട് നടത്തിയത്. ഇങ്ങനെ തട്ടിപ്പ് പിന്നീട് ഓഡിറ്റിൽ കണ്ടെത്തുന്നു. ഓഡിറ്റിൽ കണ്ടെത്തിയതിന് പിന്നാലെയും ആദ്യഘട്ടത്തിൽ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. പിന്നീട് ചില സംഘടനകളുടെയൊക്കെ പ്രതിഷേധങ്ങളുടെയൊക്കെ സാഹചര്യത്തിലാണ് ഇവർക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിക്കാനെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറായി. നമുക്ക് ഈ സസ്പെൻഷൻ്റെയൊക്കെ കാര്യം അറിയാം. സസ്പെൻഷൻ കാലയളവ് കഴിഞ്ഞാൽ ഇവർക്ക് വീണ്ടും വേറൊരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെയൊക്കെ ചുമതല നൽകുകയും ആ ചുമതലയിൽ അവർ ഇരിക്കുകയും ചെയ്യുന്നതാണ്. അവിടെയും തട്ടിപ്പുകളൊക്കെ ആവർത്തിക്കുന്നതാണ് ഈ ദേവസ്വം ബോർഡുകളിലെ ഇത്തരം ഉദ്യോഗസ്ഥരുടെ പതിവ് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ദേവസ്വം ബോർഡിൻ്റെ നിയമവുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള മറ്റൊരു വസ്തുതയുള്ളത്, ഇത്തരത്തിൽ ദേവന്റെ സ്വത്ത് അപഹരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ആ ക്ഷേത്രം ഇരിക്കുന്ന ആ സബ് ഗ്രൂപ്പ് ഓഫീസ് ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതാണ്. അങ്ങനെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാതെയാണ് ഈ പ്രതീജയെ ഇത്തരമൊരു സസ്പെൻഷൻ മാത്രം നൽകി സംരക്ഷിക്കുന്ന നിലപാടെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ തിരുവല്ലം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് CITUവിൻ്റെ സംസ്ഥാന നേതാക്കൾ തന്നെ നടത്തിയിട്ടുള്ള തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നിരുന്നു. ആ തട്ടിപ്പിൽ ഉൾപ്പെട്ടവർക്കെതിരെയും പോലീസ് കേസ് നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല. അതായത് നിങ്ങൾക്ക് ആവശ്യത്തോളം ക്ഷേത്ര സ്വത്ത് അപഹരിക്കാം, അപഹരിച്ച് കഴിഞ്ഞാലും പിന്നീട് ഉണ്ടാകുന്നത് വെറും സസ്പെൻഷൻ നടപടിയായിരിക്കും. ആ സസ്പെൻഷൻ നടപടിക്ക് ശേഷവും തിരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏതെങ്കിലും ഒരു പ്രധാന ക്ഷേത്രങ്ങളിൽ തന്നെ നിയമിക്കപ്പെടുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം തിരുവല്ലം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകളെ ആദ്യം തട്ടിപ്പ് നടത്തിയിട്ടുള്ള CN രാമൻ, SS സന്ധ്യ എന്നിവർക്ക് ഒരു സ്ഥാനക്കയറ്റം നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. CN രാമനെ പിന്നീട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറും പിന്നീട് അതിനുശേഷം ദേവസ്വം കമ്മീഷണറുമായി ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. SS സന്ധ്യയാകട്ടെ അവർ നടത്തിയത് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ ഈ തട്ടിപ്പ് കണ്ടെത്തുന്നു, തിരുവല്ലത്ത് നിന്ന് മാറ്റി അടുത്തുള്ള പ്രധാനപ്പെട്ട വലിയൊരു ക്ഷേത്രമായിട്ടുള്ള ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൻ്റെ ചുമതലയിലേക്കും പിന്നീട് ഇപ്പോൾ ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള PD സന്തോഷ് കുമാറിൻ്റെ സെക്രട്ടറി ആയിട്ടുമൊക്കെയാണ് നിയമനം നൽകിയിരിക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ അപഹരിക്കുന്ന അമ്പലക്കള്ളന്മാർക്ക് തുടർച്ചയായ സംരക്ഷണമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കുന്നത് എന്നുള്ളതാണ് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ തട്ടിയെടുത്ത 26 ലക്ഷം രൂപ അത് തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ പോലും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇതിൽ സംഭവിക്കാൻ പോകുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കുറഞ്ഞ തുക ഈടാക്കി ആ തുക അടപ്പിച്ചുകൊണ്ട് ഇതിലെ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കുന്ന പതിവ് ഈ കേസിലും ആവർത്തിക്കുമെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. എന്തായാലും കേരളത്തിലെ വ്യാപകമായിട്ടുള്ള ക്ഷേത്ര കവർച്ചകൾ ഈ രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇതിൽ കണ്ണടയ്ക്കുന്ന സാഹചര്യമാണുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പോലും കൃത്യമായ ഒരു പരിശോധന, വ്യാപകമായ ഒരു ഓഡിറ്റിംഗ് നടത്താനുള്ള ഒരു നടപടികളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അവസാനത്തെ ഒരു ഓഡിറ്റ് നടന്നത് 2020-21 കാലയളവിലാണ്. അത് അവസാനിച്ചതാകട്ടെ, ഓഡിറ്റ് നടന്നതാകട്ടെ 2024-ലും
അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത് 2024 അവസാന മാസങ്ങളിലുമാണ്. ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും അതിൽ വ്യാപക ക്രമക്കേടുകൾ കണ്ടുപിടിച്ചിട്ടും അതിലൊന്നും ഒരു നടപടിയെടുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു രസകരമായ വശം കൂടി ഇതിനോട് ചേർത്ത് പറയേണ്ടതുണ്ട് വിനോദ്. 2020-21 ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിൽ വ്യാപകമായ തിരിമറികൾ നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളുടെയും ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, എന്തിനേറെ പറയുന്നു അത്താഴക്കഞ്ഞിയിലും പ്രഭാതക്കഞ്ഞിയിലും വരെ കൈയിട്ട് വാരുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ച് ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം ഈ 28-ാം തീയതി നിയമസഭയിൽ നൽകിയിരിക്കുന്ന ഒരു മറുപടി എന്നുള്ളത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വ്യാപകമായി നടക്കുന്ന തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അങ്ങനെ വ്യാപകമായി തട്ടിപ്പുകൾ നടക്കുന്നതൊന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എത്ര ഉദാസീനമായിട്ടാണ് സംസ്ഥാനത്തെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡുകളുമൊക്കെ ഈ സംവിധാനങ്ങളെ കാണുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഈ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി എന്ന് പറയുന്നൊരു മന്ത്രിയെയും ഒരു വകുപ്പുമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിനാണ് എന്നുള്ളതാണ് വൈപ്പ്. പക്ഷേ ആ മന്ത്രി പോലും ഇത്രയധികം പരസ്യമായ തട്ടിപ്പുകൾ നടന്നിട്ടും ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ അത് തുടർച്ചയായി കണ്ടുപിടിക്കപ്പെട്ടിട്ടും പറയുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വ്യാപകമായ തട്ടിപ്പുകളൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള തട്ടിപ്പുകളെക്കുറിച്ച് തങ്ങൾക്കറിയില്ല, അങ്ങനെയുള്ള ആക്ഷേപങ്ങളെക്കുറിച്ച് തങ്ങൾക്കറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ക്ഷേത്ര സ്വത്തുക്കൾക്ക് നിങ്ങൾക്ക് എന്തുമാകാം, ദേവൻ്റെ സ്വത്തുക്കൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കട്ടുമുടിക്കാം. അത് അത്താഴക്കഞ്ഞിയിലും കൈയിട്ട് വാരാം, പ്രഭാതക്കഞ്ഞിയിലും കൈയിട്ട് വാരാം, ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടുകളിൽ കൈയിട്ട് വാരാം, കാണിക്കപ്പണത്തിൽ കൈയിട്ട് വാരാം. ഇനി എങ്ങാനും പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരു സസ്പെൻഷൻ വാങ്ങിക്കുക, കുറച്ചു കാലം അതിനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ സഹകരിക്കുക, ശേഷം മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെ ചുമതലയിലേക്ക് പോകുക, അമ്പലക്കൊള്ള നിർബാധം തുടരുക. ഇതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടക്കുന്നത്. വിനോദ്. അതെ, വ്യക്തമാണ് പ്രജിത്ത്. ഇങ്ങ് ശബരിമല മുതൽ അന്തിത്തിരി വെക്കാൻ വരുമാനമില്ലാത്ത അമ്പലങ്ങളിൽ വരെ മുച്ചൂടും കവർന്നു കൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഭരണകർത്താക്കളുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇപ്പോഴും തുടരുന്നത് എന്നുള്ള ഇതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പ്രജിത് മോഹനൻ ഈ വാർത്തയിലൂടെ റിപ്പോർട്ട് ചെയ്തത്.